ഇന്നൊരു 8ൻ്റെ പണി കിട്ടിയ ദിവസമായിരുന്നു. കസ്റ്റമറിന് വേണ്ടിയിട്ട് മെറ്റീരിയൽ എടുക്കുമ്പോൾ ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചിട്ടാണ് മെറ്റീരിയൽ ചൂസ് ചെയ്യാറുള്ളത്. കാരണം ഞാൻ എൻ്റെ സ്വന്തം റിസ്കിൽ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാകരുതെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാറുണ്ട്. കസ്റ്റമേഴ്സ് കൊണ്ടുവരുന്ന മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന അത്ര എളുപ്പമല്ല നമ്മൾ സ്വന്തമായിട്ട് മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ. ഒന്ന് അലക്കി കഴിഞ്ഞാൽ കളർ ഫെയ്ഡാകുക, ക്ലോത്ത് കീറി പോവുകയോ ചെയ്താൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം എനിക്കാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പരാതി വരാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ ശരിക്കും ഈ മെറ്റീരിയൽ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ബണ്ടിൽ അഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ലെയർ എടുത്ത് നോക്കിയപ്പോൾ തന്നെ ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണെന്ന് എനിക്ക് തോന്നി. അത് കട്ട് ചെയ്യാൻ ഞാൻ അവരോട് പറയുകയും ചെയ്തു. സാധാരണ ഞാൻ അവർ മെറ്റീരിയൽ കട്ട് ചെയ്യുമ്പോൾ അടുത്ത് നിന്ന് നോക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇത് കട്ട് ചെയ്യാൻ പറഞ്ഞ് ഞാൻ അടുത്ത സെക്ഷനിലേക്ക് പോവുകയും ചെയ്തു. വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാനിത് തുറന്ന് നോക്കിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. നാളെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് കസ്റ്റമർ ഇന്ന് തയ്ച്ച് തരുമെന്ന് ചോദിച്ചപ്പോൾ ലൈനിങ് ഒക്കെ കട്ട് ചെയ്ത് മെയിൻ ഫാബ്രിക് എടുത്തപ്പോഴാണ് ഞാനിത് ഇത്രയും ഡാമേജ് ആണെന്ന് അറിഞ്ഞത്. ആദ്യം ഒരു സൈഡിൽ മാത്രമാണ് ഞാൻ ഈ ഡാമേജ് കണ്ടത്. അത് കട്ട് ചെയ്ത് ഒഴിവാക്കി തയ്ക്കാമെന്ന് കരുതി. പക്ഷേ പിന്നീട് അയൺ ചെയ്യുന്ന സമയത്താണ് മെറ്റീരിയലിൻ്റെ പല പല ഭാഗത്തായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കീറലുകൾ കണ്ടത്. ഇനി ഇതെന്തായാലും കസ്റ്റമറിന് കൊടുക്കാൻ പറ്റില്ല. നല്ല ഫ്ലെയർ ടോപ്പ് തയ്ക്കാനായിട്ട് 3.5 മീറ്റർ തുണി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് 2 ലേസും കൂടെ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് വേറെ മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കസ്റ്റമറിനോട് കാര്യം തുറന്നു പറഞ്ഞു. പക്ഷെ ഞാൻ ഇനി എന്തായാലും ഈ കളറിൽ വേറെ മെറ്റീരിയൽ എടുത്തിട്ട് അവർക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. നമ്മുടെ സ്വന്തം റിസ്കിൽ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ലാഭനഷ്ട സാധ്യതകൾ വളരെയധികം കൂടുതലാണ്.